ഇത് നമ്മുടെ ഹരിയാന ബോർഡറാണ്. അപ്പോൾ അവിടെ ചുടുകട്ട ഫാക്ടറിയാണ്. പക്ഷെ ഇത് കുറച്ച് അവർ ഉപയോഗിച്ചതിൻ്റെ ബാക്കിയിട്ടൊക്കെയാണ്. പക്ഷേ ഇതിൻ്റെ സ്ട്രോങ് എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിലെ കോൺക്രീറ്റ് കട്ട പോലിരിക്കുകയാണ്. അടിച്ചാൽ പോലും ഒന്നും പൊട്ടത്തില്ല. എൻ്റെ മോനെ സൗണ്ട് ഉണ്ട് സാർ. നമുക്ക് കട്ടയ്ക്ക് നെയിൽ ടെസ്റ്റും സൗണ്ട് ടെസ്റ്റും വരുന്നത്. അതിലൊക്കെ ഇത് 100% പാസ്സായിരിക്കും. സൗണ്ട് കേട്ടോ ഞങ്ങൾ എന്താ സൗണ്ട് നോക്കി. ഇരുമ്പെടുത്തിടുന്ന പോലെ സൗണ്ട്. ഇരുമ്പില്ലേ, ഇരുമ്പെടുത്തിടുന്ന പോലെ സൗണ്ട്. ഒരു രക്ഷയില്ല. അമ്മാതിരി സ്ട്രോങ് കട്ട. നനഞ്ഞടക്കാണ് ഇതല്ല, എന്നിട്ടും സ്ട്രോങ് ആണ്. അതാ കട്ട ഫാക്ടറിയാണ്. അപ്പം എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ചുടുകല്ല് സ്റ്റോറിയാണ്. ചുടുകല്ല് സ്റ്റോറി ഇപ്പോൾ എല്ലാവരും കണ്ടു വിചാരിക്കുന്നു. ചെളി പോലത്തെ മണ്ണിൽ മിക്സ് ചെയ്തിട്ടാണ് ഇവർ ചുടുകട്ട ഉണ്ടാക്കുന്നത്. എന്തൊരു ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ ക്വാളിറ്റി ഒരു രക്ഷയില്ല. ഇത് വേസ്റ്റാണ്, ബിൽഡിങ് പണിഞ്ഞതിൻ്റെ ബാക്കി വേസ്റ്റാണ്. പക്ഷേ ഇതിൻ്റെ ക്വാളിറ്റി അപാര ക്വാളിറ്റി തന്നെ ഇത്രയും വർഷമായിട്ടും. കാരണം നമ്മൾ സിമെൻറ്റ് കട്ടയ്ക്ക് ഒരു ലൈഫ് ടൈം ഉണ്ട്, നമ്മളെല്ലാവരും മനസ്സിലാക്കേണ്ടത്. ചുടുകട്ടയ്ക്ക് ലൈഫ് ടൈം ഇല്ല. തേൻ പോലാണ് തേൻ എന്ന് പറഞ്ഞാൽ നമുക്ക് ആജീവനാന്ത വാറണ്ടിയാണ്. അതുപോലാണ് ചുടുകട്ടയും ആജീവനാന്ത വാറണ്ടി. പക്ഷേ നമ്മുടെ നാട്ടിൽ കിട്ടുന്ന കല്ല് ഒരു 100 സ്ഥലത്ത് പോയാൽ പോലും കിട്ടത്തില്ല നമുക്കൊരു ക്വാളിറ്റിയുള്ള കല്ല്. എല്ലാം പൊടിഞ്ഞു പോകും. തറയെടുത്തിട്ടാൽ മേസ്തിരിമാർ കരണ്ടിക്ക് വിട്ടതിന് 2 അടി കയറി പോകും. ഇത് അമ്മാതിരി നടക്കില്ല. അമ്മാതിരി സ്ട്രോങ് ഇത്. അങ്ങോട്ട് പോകണമെങ്കിൽ കുറേ കയറി പോകണം, അല്ലെങ്കിൽ അങ്ങോട്ട് കയറി പോകാൻ. അങ്ങോട്ട് പോയി നോക്കാം. ചുടുകല്ല് ഫാക്ടറിയാണ്. ചുടുകട്ട ക്വാളിറ്റി അപാരം. അതായത് ഇവിടെ തന്നെ അവർ പറഞ്ഞ 3 ക്വാളിറ്റി ഉണ്ടെന്നാണ്. അതായത് നമ്മൾ ഒരു പ്രാവശ്യം ഒരു ചൂള കയറ്റുമ്പോഴത്തേക്ക് 2-3 ക്വാളിറ്റിയായിട്ട് തരുന്നിരിക്കും. ഇത് ഏറ്റവും 3rd ക്വാളിറ്റി സാധനമാണ് ഈ ഇരിക്കുന്നത്. ഈ ഇരിക്കുന്നത് 3rd ക്വാളിറ്റിയാണ്. സൗണ്ട് ഉണ്ടോ? പിന്നെ നെയിൽ ടെസ്റ്റിലൊക്കെ 100% പാസ്സായിരിക്കും 3rd ക്വാളിറ്റി. ഈ ഇരിക്കുന്നതാണ് 2nd ക്വാളിറ്റി. പുള്ളി പറക്കി അടുക്കുന്ന സാധനമാണ് 1st ക്വാളിറ്റി. അത് പറക്കി അടുക്കുന്നത് 1st ക്വാളിറ്റിയും. അതാണ്ട് ഇത് 2nd ക്വാളിറ്റി. അതാണ്ട് ഈ കാണുന്നതാണ് 3rd ക്വാളിറ്റി സാധനം. 3rd ക്വാളിറ്റി തന്നെ നമ്മളവിടുത്തെ 1st ക്വാളിറ്റിയുടെ രാജാവ്. ഒരു രക്ഷയില്ല കേട്ടോ ചുടുകല്ല്. ലൈഫ് ടൈം വാറണ്ടിയാണ് നമ്മുടെ ചുടുകല്ല് എന്ന് പറഞ്ഞാൽ. അമ്മാതിരി വെയിറ്റ് എന്ന് പറഞ്ഞാൽ നല്ല വെയിറ്റാണ് ഒരു കല്ലിന്. ഫുള്ള് കൃഷിത്തോട്ടത്തിനിടയ്ക്കാണ് ഈ പറഞ്ഞ കല്ലിൻ്റെ സ്ഥലം. ഞാനിങ്ങനെ കണ്ടുകൊണ്ട് ഇറങ്ങിയതാണ്. ഇത് റിജക്റ്റ് ചെയ്ത മോഡൽ. അതായത് കസ്റ്റമർ വന്നിട്ട് വേണ്ടാന്ന് പറഞ്ഞിട്ട് കുറച്ച് ബെൻഡൊക്കെ വരും. കാരണം ഇങ്ങനെ ബെൻഡൊക്കെ വന്ന മോഡലൊക്കെ റിജക്റ്റ് ചെയ്താണ് അവർ. അതായത് ഒരു പ്രാവശ്യം ചൂള കയറ്റുമ്പോഴത്തേക്ക് ഇതിൽ 2-3 ക്വാളിറ്റി വരും. പിന്നെ കുറച്ച് വേണ്ടാത്ത വരുന്നതാണ് ഈ ഫാമുകളിലേക്കൊക്കെ പോകുന്നത്. ഇതൊക്കെ ഫാമുകളുടെ തറ പോകാനൊക്കെയാണ്. പക്ഷേ ഇതിൻ്റെയൊക്കെ സൗണ്ട് ടെസ്റ്റ് ഭയങ്കരമായിട്ട് പാസ്സാണ്. ഇരുമ്പ് കൊല്ലിക്കുകയാണ് എല്ലാം. എനിക്ക് തോന്നുന്നു 2 നില മുകളിൽ താഴെട്ടാലും കല്ലിൻ്റെ ഒരു മൂല പോലും പോകുന്നു. അമ്മാതിരി ക്വാളിറ്റി. ഇതാണ് ഇവിടുത്തെ ഈ ഒരു ബേൺ വരുന്നത്. അതായത് ഇങ്ങനെ ബ്ലാക്ക് ബേൺ വരുന്ന 2nd ക്വാളിറ്റിയാണ്. ഇവിടെ സാധാരണ റെഡായിട്ടാണ് വരേണ്ടത്. പ്യുവർ റെഡ് ബേസ് വന്നാൽ മാത്രമേ ഇവിടെ എടുക്കുകയുള്ളൂ. അതുകൊണ്ട് ഇങ്ങനൊരു കളർ വരണം. റെഡ് ഷർട്ട് ഫോണിൽ കാണുമെങ്കിൽ അറിയില്ല. റെഡ് ഷർട്ട് വരണം. പക്ഷേ സംഭവം കിടിലമാണ്. ചുടുകല്ല് ഒരു ഏരിയ മൊത്തം ഇതാണ്. ഈ കടൽ പോലെ കിടക്കുക. കാണുമ്പോൾ അടുത്താണെങ്കിലും നടന്നു പോകണമെങ്കിൽ ഒരുപാട് ദൂരമുണ്ട്. ഇങ്ങോട്ടെല്ലാം കൃഷിയാണ് ഭാഗങ്ങളിലെല്ലാം. നമ്മളിവിടുത്തെ ബായിയാണിത്. ഇതിൻ്റെ കൂടെ തന്നെ ഞാൻ ഇവിടുത്തെ ഒരു സാധനം കാണിച്ചു തരാം. ഇവിടുത്തെ നമ്മുടെ നാട്ടിലെ രോഹു, ചന്ത, കട്ടിലൊക്കെ അല്ലേ ഇവിടെ ജീവനോടാണ് സെയിൽ ചെയ്യുന്നത്. ആണെങ്കിൽ ഇവിടെ വെച്ച് പോലീസും തരുന്നുണ്ടെങ്കിൽ ജീവനുണ്ട്. സിന്തായ ജീവനോടാണ് ഇതിനൊക്കെ സെയിൽ ചെയ്യുന്നത്. രോഹു, ചന്ത, കട്ട്ല എന്ന് പറഞ്ഞ മോഡലാണ്. इसका नाम क्या भैया? മാങ്കൂർ. ഇവിടെ അതിന് മാങ്കൂർ എന്ന് പറയുന്നത്. ഇതൊക്കെ ജീവനുള്ള സാധനമാണ്. നമ്മൾ ഇന്നത്തെ ഇവിടുത്തെ പരിപാടി അവസാനിപ്പിച്ച് പോകേണ്ടതുണ്ട്. അതുകൊണ്ട് നമ്മൾ യാത്ര തുടരുകയാണ്.
നിലവിലിപ്പോൾ 3 സ്റ്റേറ്റ് കവറുണ്ട്. ഹരിയാന, UP, രാജസ്ഥാൻ, ഡൽഹി. 3-4 സ്റ്റേറ്റ് കവറുണ്ട്. ബാക്കി ഇനി ഉണ്ടാവും ബാക്കി സ്റ്റേറ്റുകൾ. ഓൾ ഇന്ത്യ ട്രിപ്പ്.